വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ പണ്ട് കാലത്തൊക്കെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ചായയുടെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണിത്. ഇതിൽ ജീരകം, വെളുത്തുള്ളിയും എല്ലാം ചേരുന്നതുകൊണ്ട് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് അധികം നീട്ടിപ്പിക്കുന്നില്ല. നമുക്ക് ഈ പലഹാരം എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ പലഹാരത്തിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. ഒട്ടും വെള്ളമയവും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഞാൻ വെള്ളമയം എല്ലാം കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്നുമില്ല ഉടച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് മാറ്റിയിട്ട് വരാം. ഉരുളക്കിഴങ്ങെല്ലാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇവിടെ ഇതിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ ഒരു 4-5 ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചുമന്നുള്ളിയും ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചുമന്നുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അല്ലാതെ ഞാനിപ്പോൾ ഇവിടെ ഇതിങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയുടെയും ടേസ്റ്റൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ല ചുമന്നുള്ളിയുടെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെയും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കറിക്ക് അരയ്ക്കുന്ന നല്ല ജീരകമാണ്. അതിൻ്റെ കൂടെ തന്നെ അധികം എരിവില്ലാത്ത 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഈ ജീരകവും തേങ്ങയും പച്ചമുളകും ഇത് 3ഉം കൂടെയും ശരിക്കൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ശരിക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരണം. ആ ചതച്ചെടുത്തിരിക്കുന്ന തേങ്ങയും ജീരകവും ഇതും കൂടെയും നമ്മൾക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചതച്ച തേങ്ങയും കൂടെയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ തേങ്ങ കൂടെ ഇതിലേക്ക് ശരിക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും ജീരകവും പച്ചമുളകും ശരിക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഉപ്പ് എല്ലായിടത്തും ആകാൻ പാകത്തിന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്ക് ഉള്ളി വെളുത്തുള്ളി എല്ലാം ശരിക്കും എല്ലായിടത്തും ആകി കിട്ടാൻ പാകത്തിനുള്ള പാകത്തിൽ നമുക്ക് ശരിക്കും ഇതൊന്ന് കുഴച്ച് എടുക്കുന്ന പരുവത്തിൽ നമുക്കിത് സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇത് കുഴച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 1/4 കപ്പ് അരിപ്പൊടിയുടെ പകുതിയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പകുതി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുഴയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ബാക്കിയുള്ള പൊടിയും കൂടെയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണോളം കുറച്ച് നല്ല ജീരകം ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം തേങ്ങയുടെ കൂടെ ചതച്ചിരുന്നു. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ഒരു 1/4 സ്പൂൺ ജീരകം കൂടെയും ഇതിലേക്കൊന്ന് വിതറി കൊടുക്കുകയാണ്. അതിന് ശേഷം വേണം നമുക്കിത് ശരിക്കൊന്ന് കുഴച്ചുരുട്ടിയെടുക്കണം. ഈ മാവ് ശരിക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഉടയാത്ത ഉരുളക്കിഴങ്ങും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ശരിക്കൊന്ന് കുഴച്ചുരുട്ടിയെടുക്കാം. കൈ വെച്ചിട്ട് ശരിക്കൊന്ന് കുഴച്ചുരുട്ടുക. അപ്പോൾ ശരിക്കൊന്ന് കുഴഞ്ഞു കിട്ടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ശേഷം കൈ വെച്ചിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് കുഴച്ച് നോക്കുക. വെള്ളം പാകത്തിനുണ്ടെന്നുണ്ടെങ്കിൽ അധികം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തർ ഉപയോഗിക്കുന്ന അരിപ്പൊടിയുടെ അളവിന് അനുസരിച്ചിട്ടിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ മൊത്തം 3 ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് കുഴച്ചെടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിങ്ങനെ നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കുന്നതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് ചൂടായ എണ്ണ ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ചൂടായിരിക്കുന്ന എണ്ണ കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ എണ്ണ ഒട്ടും കുടിക്കില്ല. ഈ പലഹാരം ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ ചൂടായിരിക്കുന്ന എണ്ണയും കൂടെയും 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ച് നമുക്കിതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് മാറ്റി വയ്ക്കണം.
ഇപ്പോൾ ഇതാ മാവ് ഇവിടെ ഇങ്ങനെ കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ബോൾ പോലെ ആക്കി ഉരുട്ടിയെടുക്കണം. നല്ല കട്ടിയാണ് ഉരുട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നീക്കി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. എന്താ അതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു കുഞ്ഞ് നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് ഉരുട്ടി എടുക്കുന്നത്. കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഒരു റൗണ്ട് ഇടാൻ പാകത്തിനുള്ള അളവിൽ അത്രയും ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഒരു റൗണ്ട് ഇടാൻ പാകത്തിനുള്ളത് ഉരുട്ടിയെടുത്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഓരോന്നായിട്ട് നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ ഇതാ ഒരു റൗണ്ട് ഇടാനുള്ളത് ഫുള്ള് ഇവിടെ ഇങ്ങനെ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ തന്നെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടാവാനായിട്ട് വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്നാണ് ഞാൻ നേരത്തെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതാ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഈ ഓരോ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ചു വിട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വറുക്കാനായിട്ട്. നല്ല ചൂടായ എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുമ്പം ഒട്ടും എണ്ണ കുടിക്കില്ല. ഇത് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് നല്ലപോലെ പുറം ഭാഗം നല്ലപോലെ ക്രിസ്പി ആയിട്ട് എടുത്തിരിക്കുക. ലൈറ്റ് യെല്ലോ കളറിൽ ഇത് വറുത്തെടുക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം കിട്ടും. ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ചുവന്നുള്ളിയുടെയും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വാദ് ഇതിൽ ഉണ്ടാവും. ചായയുടെ കൂടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വേണമെന്നുണ്ടെങ്കിലും ഇത് കഴിച്ചു പോകും കേട്ടോ. നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെ എല്ലാം ടേസ്റ്റ് വരുമ്പം നല്ല, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെയും എല്ലാം ടേസ്റ്റ് വരുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണിതിന്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ചൂട് ചായയുടെ കൂടെ കുറിക്കാനുള്ള നല്ല കറുമുറ എന്നുള്ളൊരു പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. ഇതാ ഇതുപോലെ ഇങ്ങനെ ഇത്രയും ബ്രൗൺ കളറായി കഴിയുമ്പോഴാണ് നമ്മളിത് കോരി മാറ്റുന്നത്. നമ്മൾ ചൂടായ എണ്ണയെല്ലാം ഒഴിച്ചിട്ട് കുഴച്ചിരിക്കുന്നതായതുകൊണ്ട് ഇതൊട്ടും എണ്ണ കുടിച്ചിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം പോലെ തന്നെ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിത് എന്തോരം വേണമെന്നുണ്ടെങ്കിലും കഴിച്ചു പോകും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു പലഹാരമായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക് യു.